എന്താണ് ഒരു മനുഷ്യന്റെ വിശ്വാസത്തിന് രണ്ട് തലങ്ങളാണ്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ എബ്രായ ലേഖനം 11-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ്, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആർക്കും കഴിയുകയില്ല. എന്നാൽ എന്താണ് വിശ്വാസത്തിന്റെ രണ്ട് ഭാഗങ്ങളാണ് അവിടെ പറയുന്നത്. ഒന്നാമതായി പറയുകയാണ്, ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കണം. ഒന്നാമതായി എന്താണ് വിശ്വസിക്കേണ്ടത്? There is a God, existence of God. ദൈവമുണ്ട് എന്ന് വിശ്വസിക്കണം. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു? എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവമുണ്ടെന്ന് ഉറക്കെ പറഞ്ഞ്, ദൈവമുണ്ട് എന്ന് ഉറക്കെ പറഞ്ഞ്, ദൈവമുണ്ട് എന്ന് ഉറക്കെ പറഞ്ഞ്. എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ എക്സിസ്റ്റൻസിന് രണ്ട് തലമുണ്ട്. ഒന്ന് സങ്കീർത്തനങ്ങളുടെ രണ്ടാം സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ദൈവത്തിന്റെ അസ്തിത്വത്തെ കുറിച്ച് ഒന്ന് പറയുകയാണ്. സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു. അപ്പോൾ ദൈവം എവിടെയാണ്? സ്വർഗം അവന്റെ സിംഹാസനമാണ്. എന്നാൽ 23-ാം സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡിന്റെ രണ്ടാമത്തെ തലമാണ് പറയുന്നത്. അവിടെ സ്വർഗത്തിൽ വസിക്കുന്ന ദൈവത്തെ കുറിച്ചല്ല. കൂരിരുൾ താഴ്വരയിൽ കൂടി കടന്നാലോ ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. He is with me. അവിടെ ഭൂമി ദൈവത്തിന്റെ പാദപീഠമാണ്. സ്വർഗം അവന്റെ സിംഹാസനമോ, ഭൂമി അവന്റെ പാദപീഠമോ. സ്വർഗത്തിൽ ചെന്നാലും എനിക്ക് ദൈവത്തെ കാണാം. ഭൂമിയിലെ എൻ്റെ ഇരുട്ടിനകത്ത് എനിക്ക് ദൈവത്തെ കാണാം. എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്. ഇന്ന് രാത്രികാല എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, വിശ്വാസത്തിന്റെ പടി ഇതാണ്. ദൈവമുണ്ട്, ദൈവമുണ്ട്. എവിടെയാണ് ദൈവം ഒരു മലയ്ക്കകത്തിരിക്കുകയല്ല. ദൈവം ഒരു ഗുഹയ്ക്കകത്തിരിക്കുകയല്ല. ദൈവം സമയത്ത് തുറക്കുന്ന ഒരു വാതിലിനകത്തിരിക്കുകയല്ല. ദൈവം മണിയടിക്കുമ്പോൾ ഇറങ്ങി വരുന്ന ഒരു കൂടാരത്തിനകത്തിരിക്കുകയല്ല. എൻ്റെ ദൈവ സ്വർഗത്തിൽ സിംഹാസനം വെച്ചിരിക്കുന്നു. അപ്പോൾ തന്നെ എൻ്റെ ജീവിതത്തിന്റെ ഇരുണ്ട നടവഴികളിൽ എവിടെയോ അവൻ എന്നോടൊപ്പമുണ്ട്. ഒരു നാളും എന്നെ കൈവിടത്തില്ല, ഒരു നാളും എന്നെ ഉപേക്ഷിക്കത്തില്ലെന്ന് പറഞ്ഞ ദൈവത്തിന്റെ സാന്നിധ്യം എന്നോടുകൂടെയുണ്ട്. എന്നാൽ അത് വിശ്വാസത്തിന്റെ ഒന്നാമത്തെ തലം മാത്രമാണ്, എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്. രണ്ടാമതായി അവിടെ പറയുന്നത് ക്യാരക്ടർ ഓഫ് ഗോഡ് ആണ്. ആ വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട്, ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ഒന്ന് ദൈവമുണ്ട് എന്ന് വിശ്വസിക്കണം. രണ്ടാമതായി വിശ്വസിക്കേണ്ടത് ദൈവത്തിന്റെ ക്യാരക്ടറാണ്. എന്താണ് വിശ്വസിക്കേണ്ടത്? ആമേൻ. തന്റെ അടുക്കൽ തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്ന് വിശ്വസിക്കണം. ദൈവത്തിന്റെ ക്യാരക്ടറിൽ വിശ്വസിക്കണം. തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുക. അവൻ ആർക്കും കടക്കാരനല്ല, അവൻ ആർക്കും ബാധ്യതയല്ല, അവൻ ആരോടും വഴിമാറിപ്പോകാൻ പറയത്തില്ല, അവൻ ആർക്കും മുഖം മറയ്ക്കത്തില്ല. അവൻ പ്രതിഫലം കൊടുക്കുന്നവനാണ്. കർത്താവിനെ പരമാർത്ഥമായി അന്വേഷിക്കുന്ന എൻ്റെ സ്നേഹിതരെ, സഹോദരങ്ങളെ, ദൈവത്തിലുള്ള വിശ്വാസത്തിന്റെ രണ്ടാമത്തെ തല, ദൈവം നിന്നെ ഒരു നാളും കൈവിടത്തില്ല. തന്നെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം കൊടുക്കുക. അതാണ് വിശ്വാസത്തിന്റെ രണ്ടാമത്തെ തല. നീ കർത്താവിനെ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ, നീ കർത്താവിനെ പിൻപറ്റിയിട്ടുണ്ടെങ്കിൽ, നിനക്കും നിന്റെ സന്തതിക്കും നിന്റെ സന്തതിയുടെ സന്തതിക്ക് അവന്റെ സന്തതിക്ക് അവന്റെ സന്തതിക്ക് അവന്റെ സന്തതിക്ക് തലമുറയോളം നിന്റെ ദൈവം വിശ്വസ്തനായിരിക്കും. അവൻ പ്രതിഫലം കൊടുക്കുക. അവൻ കടം പറയുന്ന ദൈവമല്ല. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തിന് മഹത്വം പറഞ്ഞേ. അങ്ങനെ പറഞ്ഞതിന് ശേഷം 3 അവകാശങ്ങളെയാണ് അവിടെ പറയുന്നത്. എബ്രായലേഖനം 11-ാം അധ്യായം 6-ാം വാക്യത്തിൽ തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ആ വിശ്വാസവീരന്മാരുടെ പട്ടികയൊക്കെ പറയുന്നതിന് മുമ്പേ 3 വിധമായ അവകാശങ്ങളെയാണ് അവിടെ പറയുന്നത്. അവിടെ നാം ശ്രദ്ധിക്കുമ്പോൾ 7-ാം വാക്യത്തിൽ പറയുകയാണ്, വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ടൊരു പെട്ടകം തീർത്തു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ചു. വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായി തീർന്നു. ഹെയർ ഓഫ് റൈച്ചസ്നസ്. 3 അവകാശങ്ങളാണ് പറയുന്നത്. ഒന്ന്, നീതി അവകാശമായി തീർന്നു. രണ്ടാമതായി 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ഒരു ദേശത്തെ കുറിച്ച്. അപ്പൊ രണ്ടാമത്തെ അവകാശം ഏതാണ്? ഒരു ദേശം തനിക്ക് അവകാശമായി. ഒന്ന്, നീതി അവകാശമായി. 2, ദേശം അവകാശമായി. 3, സാറയെ കുറിച്ച് പറയുകയാണ്. സാറയെ കുറിച്ച് പറയുമ്പോൾ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. കടൽക്കരയിലെ മണൽ പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ സന്തതിയെ പ്രാപിച്ചു. ഈ ഭൂമിയിലെ, ചുരുക്കി പറയാം, ഒരു മനുഷ്യൻ വിശ്വസിച്ചാൽ അവന് 3 അവകാശങ്ങൾ കിട്ടും. ഒന്ന്, അവന് നീതീകരണം കിട്ടും. അവൻ്റെ പാപങ്ങളൊക്കെയും കഴുകപ്പെടും.
അവൻ നീതിമാനാക്കപ്പെടും, ശിക്ഷാവധിയിൽ നിന്ന് രക്ഷിക്കപ്പെടും. രണ്ടാമത്, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ ഒരു നഗരം അവൻ അവകാശമായി കിട്ടും. 3, ഈ ഭൂമിയിൽ അവന്റെ ബലഹീനതയിൽ ദൈവം ശക്തി നൽകി അവന് തലമുറകളെയും തലമുറകളുടെ അനുഗ്രഹങ്ങളെയും ദൈവം നൽകും. ഇതാണ് വിശ്വസിക്കുന്നവനുള്ള 3 അനുഗ്രഹങ്ങൾ. 1, അവന്റെ ആത്മാവിന്റെ രക്ഷ. 2, അവന്റെ നിത്യത. 3, ഈ ഭൂമിയിലുള്ള സകല അനുഗ്രഹങ്ങളും. ഇന്ന് രാത്രി ഇവിടെ പരമാർത്ഥമായി ദൈവത്തെ വിശ്വസിച്ച ഓരോ ഭക്തന്റെ അടുക്കൽ നിങ്ങൾ വിളിച്ച് രഹസ്യമായിട്ട് ചോദിച്ചാലും ഈ 3 ഉറപ്പ് ഇതിനകത്തിരിക്കുന്ന ഓരോ ഭക്തനും ഉണ്ട്. എന്താണ് ഉറപ്പ്? എൻ്റെ യേശുവിൻ്റെ രക്തത്താൽ എൻ്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടു, ഞാനൊരു നീതിമാനായി. 2, ഇവിടെ ഞാനൊരു അന്യനും പരദേശിയുമാണ്, പക്ഷെ ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ ഒരു നഗരം എനിക്കുണ്ട്. 3, ദൈവം എൻ്റെ ബലഹീനതകളിൽ കൃപ നൽകി എനിക്ക് വേണ്ടുന്നതെല്ലാം പോറ്റി പുലർത്തി എന്നെ ഒരു നാളും കൈവിടാതെ വഴി നടത്തും. ഇതാണ് വിശ്വാസത്തിൻ്റെ 3 അവകാശങ്ങൾ. ഞാൻ അവിടുന്ന് മുമ്പോട്ട് പോവുകയാണ്. ഇങ്ങനെ വിശ്വസിക്കുന്നവർ എന്ത് ചെയ്യണമെന്നാണ് യേശു കർത്താവ് തിരുവായി മൊഴിഞ്ഞത്? മർക്കോസ് 16:16, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യണം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്നാനം ദൈവസഭയുടെ അടിസ്ഥാന സത്യമാണ്. ഒരു മനുഷ്യൻ ക്രിസ്തുവിനെ അനുഗമിക്കണമെങ്കിൽ അവൻ ഒന്നാമത് സ്നാനപ്പെടണം. അതുകൊണ്ടാണ് റോമാലേഖനം 6-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറഞ്ഞത്, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ, ടു ബി വിത്ത് ക്രൈസ്റ്റ്, യേശുവുമായിട്ടൊരു ബന്ധമുണ്ടാകുവാൻ, യേശുവുമായിട്ടൊരു അടുപ്പമുണ്ടാകുവാൻ എന്തു സംഭവിക്കണം? അവൻ സ്നാനപ്പെട്ടിരിക്കണം. അപ്പോൾ ഒരു കൂട്ടർ ചിന്തിക്കും, യേശുവിനോട് ചേരുവാൻ മാത്രമാണ് സ്നാനം. ആകയാൽ സ്നാനപ്പെടുന്നതോടുകൂടി, യേശുവിനോടുകൂടി ചേരുന്നതോടുകൂടി പിന്നെ എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല. ഒരിക്കലുമല്ല. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 2-ാം അധ്യായം, യേശുവിനോട് ചേരുവാൻ മാത്രമല്ല സ്നാനം. ചിലർ ചോദിക്കും, സഭയോട് ചേരാനാണോ സ്നാനമെന്ന്. ഒത്തിരി പേര് പറയാം സഭയോട് ചേരാനൊന്നും അല്ല സ്നാനമെന്ന്. പക്ഷെ ഞാനങ്ങ് തിരുത്തി പറയാം, സഭയോട് ചേരാനും കൂടെ സ്നാനം. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി 2:41, സഭയോട് ചേരാതെ എങ്ങനെയാ ക്രിസ്തുവുമായി ബന്ധം ഉണ്ടാകുന്നത്? ക്രിസ്തു തലയും സഭ ശരീരവുമല്ലേ. ആകയാൽ സഭയില്ലാതെ എങ്ങനെയാ ക്രിസ്തു ഉണ്ടാകുന്നത്? അവൻ തന്നെത്താൻ സഭയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തെന്നല്ലേ പറഞ്ഞത്. ആകയാൽ ക്രിസ്തു ഒരു ഭർത്താവ് ഭാര്യയെ പോറ്റി പുലർത്തുന്നത് പോലെ സഭയെ ക്രിസ്തു പോറ്റി പുലർത്തുന്നെന്നല്ലേ പറയുന്നത്. ആകയാൽ സഭയെ വേണ്ട എന്ന് പറഞ്ഞ് ആർക്ക് ക്രിസ്തുവിനെ അനുഗമിക്കാൻ കഴിയും? നോ, അത് സാധ്യമല്ല. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 41-ാം വാക്യത്തിൽ പറയുകയാണ്, അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. എന്നിട്ട് അടുത്തത് പറയുക, അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ വേദഭാഗം? അവരോട് ചേർന്നു. ആരോട് ചേർന്നു? സഭയോട് ചേർന്നു. ഇപ്പൊ സ്നാനമേൽക്കുന്ന ഒരു വ്യക്തി ക്രിസ്തുവിനോട് ചേരുന്നു. എന്നാൽ ചരിത്രം പറയുന്നു, അന്ന് 3000-ഓളം പേർ സ്നാനമേറ്റു, അവർ അവരോട് ചേർന്നു. They were added to the church. അവർ സഭയിലേക്ക് ആഡായി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, മീഡിയയിലോ എവിടെയെങ്കിലും ഇരുന്ന് കേൾക്കുമ്പോൾ ഒരുപക്ഷെ എന്നോടൊന്ന് മുഖം ചുളിച്ചേക്കാം. പക്ഷെ ഒരു പരമാർത്ഥം ഞാൻ പറയാം, സ്നാനപ്പെട്ടവൻ അവൻ ആരോട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ളത് പ്രധാനമായിരിക്കുന്ന വിഷയമാണ്. അപ്പോസ്തല പ്രവൃത്തി 2:41, അവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. പ്രസംഗം സ്വീകരിച്ചാൽ അവൻ സ്നാനമേൽക്കും, സ്നാനമേറ്റാൽ അവൻ സഭയോട് ചേരും. എന്നിട്ട് അടുത്തതായിട്ട് പറയുകയാണ്, എന്തിനാണ് അവരോട് ചേർന്നത്? കല്യാണം നടത്താനല്ല. എന്തിനാ അവരോട് ചേർന്നത്? ശവക്കുഴി കിട്ടാനല്ല. പിന്നെയോ, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, കൂട്ടായ്മ ആചരിച്ചു, അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചും പോരുന്നു. ദൈവസഭയ്ക്കകത്തുള്ളതായിട്ടുള്ള സ്തോത്രം 4 കാര്യങ്ങളെ പറയുകയാണ്. 1, ഒരു ഉപദേശമുണ്ട് സഭയ്ക്കകത്ത്. 2, ഒരു കൂട്ടായ്മയുണ്ട് സഭയ്ക്കകത്ത്. 3, കർത്താവിൻ്റെ കാൽവറിയെ അനുസ്മരിക്കുന്ന ഒരു തിരുമേശ അപ്പം നുറുക്കുണ്ട്. 4, സഭയ്ക്ക് ഒരു പ്രാർത്ഥനയുണ്ട്. ഈ 4 കാര്യങ്ങൾ ഇഴചേരുമ്പോഴാകുന്നു ഒരു സഭയായി തീരുന്നത്. പ്രാർത്ഥനയില്ലെങ്കിൽ അത് സഭയല്ല, അപ്പം നുറുക്കില്ലെങ്കിൽ അത് സഭയല്ല, കൂട്ടായ്മ ഇല്ലെങ്കിൽ അത് സഭയല്ല.
ഉപദേശമില്ലെങ്കിൽ അത് സഭയല്ല. ഇങ്ങനെ 4 കാര്യങ്ങൾ സംയോജിക്കുമ്പോൾ അവിടെ സഭ രൂപീകരിക്കപ്പെടുകയാണ്. ആ സഭയോട് സ്നാനമേൽക്കുന്നവൻ ചേരുന്നു എന്നാണ് പറയുന്നത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, നോഹ പെട്ടകത്തിൽ നിന്നിറങ്ങിയിട്ട് ആദ്യം ചെയ്തത് എന്താണെന്നറിയാമോ? നോഹ കല്ലുകളെ പെറുക്കിക്കൂട്ടി വെച്ചൊരു യാഗപീഠം പണിത് ശുദ്ധിയുള്ള മൃഗങ്ങളെ, പക്ഷികളെ എടുത്ത് ദൈവത്തിന് യാഗം കഴിച്ചു. എന്താ കാരണം? നോഹ 1 വർഷം കൊണ്ട് തിരിച്ചറിഞ്ഞൊരു സത്യമുണ്ട്: ദൈവം പറഞ്ഞതുപോലെ ചെയ്യോ. 1 വർഷം കൊണ്ട് നോഹ തിരിച്ചറിഞ്ഞൊരു സത്യമുണ്ട്: ദൈവം പറഞ്ഞതുപോലെ ചെയ്യോ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമൈതലേ, പാപത്തിനൊരു ശിക്ഷയുണ്ടെന്ന് ദൈവം പറഞ്ഞാൽ അത് സത്യമാണ്. അപ്പോൾ തന്നെ സ്നാനത്തിൽ കൂടെ, വിശ്വാസത്തിൽ കൂടെ പാപത്തിൽ നിന്നൊരു മോചനമുണ്ടെന്ന് യേശു പറഞ്ഞാൽ അതും സത്യമാണ്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടാൽ നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നീതീകരണത്തിന് എന്താണ് ഒരു വഴി? വിശ്വാസം മാത്രം മതി നീതീകരണത്തിന്. എന്താണ് വിശ്വസിക്കേണ്ടത്? എൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിനായി കന്യാസുതനായ യേശു ക്രിസ്തു 33 തിരുവയസ്സിൽ 2 കള്ളന്മാരുടെ നടുവിൽ കാൽവറിയുടെ ഗിരിമുകളിൽ എൻ്റെ പാപവും ശാപവും പേറി എൻ്റെ രോഗങ്ങളുടെ സൗഖ്യത്തിനായി, എൻ്റെ പ്രാണന്റെ വീണ്ടെടുപ്പിനായി അവൻ കാൽവറിയുടെ ഗിരിമുകളിൽ അകർത്തിയ യാഗമായി അർപ്പിക്കപ്പെട്ടു. മരിച്ചടക്കം ചെയ്യപ്പെട്ട ക്രിസ്തു അരിമത്യയിലെ യോസഫിന്റെ കല്ലറയിൽ നിന്ന് 3-ാം ദിനം ഉയർത്തെഴുന്നേറ്റു. ഇന്നും കാൽവറി, ഇന്നും സ്വർഗത്തിന്റെ ഉന്നതികളിൽ അവൻ എനിക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. ഈ ഒരു വിശ്വാസത്തോടുകൂടെ കർത്താവ് സ്വർഗത്തിലേക്ക് കരേറിപ്പോയി. കരേറിപ്പോയി 10-ാം ദിവസം തൻ്റെ ശിഷ്യന്മാർക്ക് വാഗ്ദത്തം ചെയ്തതുപോലെ അയച്ചു കൊടുത്ത പരിശുദ്ധാത്മാവിൻ്റെ നവീകരണത്തിൽ അന്ന് ശിഷ്യന്മാരിൽ വ്യാപരിച്ച അഭിഷേകത്തിൻ്റെ സ്വാധീനത്താൽ അവർ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങിയതുപോലെ എനിക്കും അന്യഭാഷകളിൽ സംസാരിച്ച് ദൈവത്തോട് സംസാരിക്കുന്ന ആരാധനയുടെ അനുഭവവും ഞാൻ വിശ്വസിക്കുന്നുവെന്നൊരുവൻ ഏറ്റുപറഞ്ഞുകൊണ്ട് യേശു കർത്താവിൻ്റെ മടങ്ങിവരവിനെയും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ്റെ വിശ്വാസം അവനെ ഒരു രക്ഷാപദ്ധതിയിലേക്ക് മടക്കി കൊണ്ടുവരും. ഇന്ന് രാത്രി ഞാൻ അടുത്ത തലത്തിലേക്ക് കടക്കട്ടെ. വായിച്ച വേദഭാഗത്തിലേക്ക് ഒന്നുകൂടെ നമുക്ക് മടങ്ങിപ്പോകാം. അവിടെ പറയുകയാണ്, അവർ തങ്ങളോട് പറഞ്ഞതുപോലെ അവർ കണ്ടു. ഒരിക്കൽ കൂടെ എന്നോട് ചേർന്നൊന്ന് പറയാമോ? എൻ്റെ കർത്താവ് പറഞ്ഞതുപോലെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണും. എൻ്റെ കർത്താവ് പറഞ്ഞതുപോലെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണും. യേശു കർത്താവിനെ ക്രൂശിച്ചു. കഴിഞ്ഞ രാത്രിയൊക്കെ ക്രൂശീകരണത്തിൻ്റെ ആഴങ്ങളിലേക്ക് നിങ്ങൾ ഇറങ്ങിപ്പോയതാണ്. സ്തോത്രം. എന്നാൽ ഇന്ന് രാത്രി ക്രൂശീകരണത്തിന് അനന്തരമായ 1-2 സംഭവങ്ങളിലേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. മത്തായി സുവിശേഷം 27-ാം അധ്യായം, മത്തായി സുവിശേഷം 27-ാം അധ്യായം അതിൻ്റെ 62-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഒരുക്കനാളിൻ്റെ പിറ്റേ ദിവസം മഹാപുരോഹിതന്മാരും പരീശന്മാരും പീലാത്തോസിൻ്റെ അടുക്കൽ ചെന്നുകൂടി. നിങ്ങൾ അവിടെ നിന്ന് വായിക്കണമേ. അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഒരുക്കനാളിൻ്റെ പിറ്റേ ദിവസം. ഏതാണ് ഈ ഒരുക്കനാളിൻ്റെ പിറ്റേ ദിവസം? ഒരുക്കനാളിൻ്റെ പിറ്റേ ദിവസം ശബത്ത് ദിവസമാണ്. ശബത്ത് ദിവസം അവൻ പുറത്തിറങ്ങാൻ പാടില്ല. ശബത്ത് ദിവസം അവൻ സിനഗോഗിലല്ലാതെ ഒരിടത്തും പോകാൻ പാടില്ല. ഈ പറഞ്ഞ മഹാപുരോഹിതന്മാർ, ഇപ്പം മഹാപുരോഹിതന്മാർ പള്ളിക്കകത്തു നിന്ന് ഇറങ്ങി എവിടെ പോയേക്കാണെന്നറിയാമോ? റോമൻ ഗവർണറുടെ വീട്ടിൽ പോയിരിക്കുക. ശബത്തിനെ ലംഘിച്ചോ. ശിഷ്യന്മാര് ശബത്ത് നാളിൽ ഒരു കതിര് പറിച്ചതിന് പ്രശ്നം ഉണ്ടാക്കിയ പരീശന്മാരാ. സ്തോത്രം. യേശു കർത്താവ് സിനഗോഗിൽ, സ്തോത്രം, ശബത്ത് നാളിൽ കൈവരേണ്ട ഒരു മനുഷ്യനെ സൗഖ്യമാക്കിയതിന് പ്രശ്നമുണ്ടാക്കിയവരാ. യേശു കർത്താവ് നീ കിടക്കയെടുത്ത് വീട്ടിൽ പോകാൻ പറഞ്ഞതിന് പ്രശ്നം ഉണ്ടാക്കിയ പുള്ളികളാ. ഇപ്പൊ ഇവര് ശബത്തിനെ ലംഘിച്ച് എന്ത് ചെയ്യുകയാണെന്നറിയാമോ? ഇവര് ശബത്തിനെ ലംഘിച്ച് പീലാത്തോസിന്റെ കൊട്ടാരത്തിൽ ചെന്നിരിക്കുക. എന്തിനു വേണ്ടിയാണ്? യേശുവിന്റെ കല്ലറയെ ഉറപ്പിക്കണം. എന്നിട്ട് അവർ യേശുവിനൊരു പുതിയ പേരിട്ടോ. എന്താണ് പറയുന്നത്? ആ ചതിയൻ. ഇനി അടുത്തതായിട്ട് എനിക്ക് അവരോടൊരു സഹതാപം തോന്നി കേട്ടോ. 63-ാം വാക്യം. ഇസ്രായേലിന്റെ മഹാപുരോഹിതന്മാരും പരീശന്മാരും 12 ഗോത്രങ്ങളും വാഴ്ത്തി വണങ്ങുന്ന മഹാപുരോഹിതൻ അഹരോന്യ ക്രമപ്രകാരം നീളക്കുപ്പായം നിലയങ്കിയോ തലപ്പാവും നടുക്കെട്ടും വെച്ച മഹാപുരോഹിതൻ. ഈ മഹാപുരോഹിതൻ ഇപ്പോൾ ഗവർണറുടെ മുമ്പിൽ ചെന്ന് വിളിക്കുക, യജമാനനെ എന്ന് വിളിക്കുകയാണ്. സർ, അമേ, തൻ്റെ ദൈവത്തെ അല്ലാതെ ഒരുത്തനെയോ യജമാനനെ എന്ന് വിളിക്കേണ്ട ഗതികേടില്ലാത്ത മഹാപുരോഹിതൻ ഇപ്പൊ പീലാത്തോസിന്റെ മുമ്പിൽ ചെന്ന് വിളിക്കുക, സാറേ എന്താ സാറേ കാര്യം? അവിടെ ചെന്നിട്ട് മഹാപുരോഹിതന്മാരും പരീശന്മാരും ചെന്നിട്ട് പറയുക,
ആ ചതിയൻ ആരാണ്? യേശു. യേശു പറഞ്ഞിട്ടുണ്ട് അവൻ മരിച്ചവരിൽ നിന്ന് 3-ാം ദിവസം ഉയർത്തെഴുന്നേക്കുമെന്ന്. ഒരു കാരണവശാലും അത് സമ്മതിക്കരുത്. അപ്പോൾ പീലാത്തോസ് ചോദിച്ചു, അതിനെന്തു വേണോ? അതിന് പറഞ്ഞു, നിങ്ങളുടെ സാമ്രാജ്യം കൊണ്ട് മുദ്ര കൊണ്ട് അതിനെ മുദ്ര വെപ്പിക്കണോ? പിന്നെ വേറെ എന്തു വേണോ? നിങ്ങളുടെ ഏറ്റവും ബലശാലികളായ കടാകടിയന്മാരായിട്ടുള്ള പട്ടാളക്കാരെ അതിന് കാവൽ നിർത്തണോ? എന്നിട്ട് അവരെന്ത് ചെയ്തു കാണോ? സ്തോത്ര. ഈ പീലാത്തോസ് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടിയതൊക്കെ തരാം, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാൻ. ശബത്ത് ദിവസത്തിൽ അവർ അവിടെ നിന്ന് എങ്ങോട്ട് പോയെന്നറിയാമോ? ശബത്ത് ദിവസത്തിൽ അരിമത്യയിലെ യോസഫിന്റെ കല്ലറ വരെ പോയി. കള്ളന്മാര്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, മഹാപുരോഹിതൻ ശബത്ത് ദിവസത്തിൽ പള്ളിക്കകത്ത് നിൽക്കേണ്ടിയവനാ. അവൻ അവിടെ നിന്ന് പുറത്തിറങ്ങാൻ അനുവാദമില്ല. അവനിപ്പോ ഗവർണറുടെ വീട്ടിൽ പോയിട്ട് അവിടുന്ന് അരിമത്യയിലെ യോസഫിന്റെ കല്ലറ വരെ നടക്കുകയാ. ന്യായപ്രമാണത്തെ ലംഘിക്കുന്ന മഹാപുരോഹിതനും പരീശനോ. എന്തിനു വേണ്ടിയാ ഇവൻ പോകുന്നത്? യേശു പറഞ്ഞു 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന്. ഒരിക്കലും അത് സമ്മതിക്കരുത്, ഒരിക്കലും അത് സമ്മതിക്കരുത്. അതിനവർ കടന്നു ചെന്നു. അവർ അരിമത്യയിലെ, ഞാൻ എൻ്റെ ഭാവനയിൽ പറയുക, അരിമത്യയിലെ യോസഫ് ഉരുട്ടി വെച്ച കല്ല് അവരെടുത്ത് മാറ്റി. എന്നിട്ട് പറഞ്ഞു, ഈ കല്ലിന് വലിപ്പം പോരാ എന്ന്. എന്നിട്ട് അവരെല്ലാവരുടെ കൂടി 10-25 കിലോ വലിപ്പം കൂടുതലുള്ള ഒരു കല്ല് കൊണ്ടുവന്ന് കല്ലറയുടെ വാതിൽക്കൽ ഉരുട്ടി വെച്ച് ആമേ സിമെന്റ് വിട്ട് കോൺക്രീറ്റും കമ്പിയെല്ലാം ഇട്ട് ഉറപ്പിച്ച് റോമ ഗവൺമെന്റിന് മുദ്രയും ആക്കി. സ്തോത്ര. എന്നിട്ട് അതിന്റെ വാതിൽക്കൽ പട്ടാളക്കാരെ നിർത്തി. പട്ടാളക്കാർക്ക് അത്യാവശ്യം കൈമണിയും കൊടുത്ത് കുടിക്കാൻ 4 കുപ്പി മേടിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, വളരെ ജാഗ്രതയായി കാത്തുകൊള്ളണം, വേണ്ടിയ കാര്യം ഞങ്ങൾ പിന്നെയും ചെയ്തോളാമെന്ന് പറഞ്ഞിട്ട് അവർ പോയി. പക്ഷേ ദിവസം 3 കഴിയുമ്പോൾ, നേരം വെളുത്ത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ അധികാലത്ത് ഇരുട്ടുള്ള സമയത്ത് മഗ്ദല മറിയവും മറ്റേ മറിയവോ സ്തോത്ര യോസയും കൂടെ അവിടെ കടന്നു ചെല്ലുമ്പോൾ അവർ കണ്ടത് കടാകടിയന്മാരായ റോമ പട്ടാളക്കാർ നിലത്ത് വീണ് കിടക്കുകയാണ്. ഉരുട്ടിവെച്ച വലിയ കല്ല് അവിടെ നിന്ന് മാറ്റിയിരിക്കുകയാണ്. ലോകത്തെ കിടുകിട വിറപ്പിച്ച ഇരുമ്പുകൾ പല്ലുകൊണ്ട് ചവച്ചരച്ച സീസറുടെ മുദ്ര പൊട്ടി തകർന്നിരിക്കുകയാണ്. എന്നിട്ട് ഉരുട്ടിയ കല്ലിന്റെ മുകളിൽ ഒരു പുള്ളിക്കാരൻ കയറി ചുമ്മാതങ്ങ് ഇരിക്കുക. ആരാണ്? സ്വർഗത്തിൽ ഇറങ്ങി വന്ന ദൂതൻ. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, കർത്താവ് പറഞ്ഞാൽ അതുപോലെ സംഭവിക്കുക. അതിനേതൊക്കെ സാമ്രാജ്യങ്ങൾ എതിർനിന്നാലോ, അതിനേതൊക്കെ രാഷ്ട്രീയ ഭരണകൂടങ്ങൾ എതിർനിന്നാലോ, അതിനേതൊക്കെ സാമ്പത്തിക സംഗതികൾ എതിർനിന്നാലോ, അതിനേതൊക്കെ മതപൗരോഹിത്യങ്ങൾ എതിർനിന്നാലോ, എന്റെ കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ സംഭവിക്കും. ശബത്തിനെ ലംഘിച്ച മഹാപുരോഹിതന്മാരും പരീശന്മാര് രാത്രിയിൽ ഉറക്കൊഴിഞ്ഞ് കാത്തിരുന്നാല്, അവർ പണം മുടക്കിയാല്, പീലാത്തോസിന്റെ പട്ടാളം ഉറക്കൊഴിഞ്ഞ് കാവലിരുന്നാല്, വലിയ കല്ലുകൾ ഉരുട്ടി വെച്ചാല്, എന്റെ യേശുവപ്പ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ സംഭവിക്കും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ ദൈവ പൈതലേ, യേശുവിൻ്റെ കല്ലറയുടെ മുമ്പിൽ വെച്ചതിനേക്കാൾ വലിയ കല്ലാണോ നിന്റെ മുമ്പിൽ ഇരിക്കുന്നത്? യേശുവിൻ്റെ കല്ലറയുടെ മുമ്പിൽ ഇരുന്ന റോമ സാമ്രാജ്യത്തിന്റെ മുദ്രയേക്കാൾ വലിയ പോരാട്ടമാണോ നിന്റെ മുമ്പിൽ നിൽക്കുന്നത്? അതിന്റെ മുമ്പിൽ നിന്ന കടാകടിയന്മാരായ മല്ലന്മാരായ പട്ടാളക്കാരെക്കാൾ വലിയവരാണോ നിന്റെ മുമ്പിൽ നിൽക്കുന്നത്? ഇല്ല. അതാണെങ്കിലും ശരി, എന്റെ കർത്താവ് പറഞ്ഞതേ സംഭവിക്കത്തുള്ളൂ. ദൈവത്തിന്റെ വാക്കിന്റെ മുമ്പാകെ അധികാരങ്ങൾ താണുപോകുക. ദൈവത്തിന്റെ വാക്കിന്റെ മുൻപാകെ സാമ്പത്തിക ശക്തികൾ തകർന്നു പോവുക. ദൈവത്തിന്റെ വാക്കിന്റെ ശക്തിയുടെ മുൻപാകെ സകല മാനുഷിക കൂട്ടുകെട്ടുകളോ ദൈവം പൊളിച്ചു കളയോ. ഈ രാത്രി നിനക്കെതിരെ നിൽക്കുന്ന, ഈ രാത്രി നിന്റെ വാഗ്ദാനങ്ങൾക്കെതിരെ നിൽക്കുന്ന ഏത് രാഷ്ട്രീയ ഭരണകൂടമായിരുന്നാലും, ഏത് അന്ധകാര ആധിപത്യമായിരുന്നാലും, ഏത് പൗരോഹിത്യ പാരമ്പര്യമായിരുന്നാലും, ഈ രാത്രി വിശ്വസിക്കുക, എന്റെ ദൈവത്തിന്റെ വാക്കുകൾ നിവർത്തീകരിക്കപ്പെടും. ശബര ഹതുര ധഗാന ഹഷ്മാരിയ റീ ബാബാ ഷൗല ഹരാദിയാദര. ഓ, യേശു മരിച്ചുയർത്തെഴുന്നേറ്റപ്പോ യേശു പറഞ്ഞതുപോലെ സംഭവിച്ചു. യേശു ജനിച്ചപ്പോഴും ഇത് തന്നെ സംഭവിച്ചത്. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 20-ാം വാക്യത്തിൽ ഇടയന്മാർക്ക് ഒരരുളപ്പാടുണ്ടായി. അരുളപ്പാട് കേട്ട ഇടയന്മാർ ബേത്ലഹേമിൽ ചെന്നു. അടുത്ത ഭാഗം,
തങ്ങളോട് അറിയിച്ചതുപോലെ ഇടയന്മാർ കേട്ടതും കണ്ടതുമായ കേട്ടു, ഇടയന്മാർ കണ്ടു. എല്ലാറ്റിനെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട്. രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, കർത്താവ് നിന്നോട് പറഞ്ഞതുപോലെ നിന്റെ കാതുകളിൽ കേൾക്കും. കർത്താവ് നിന്നോട് പറഞ്ഞതുപോലെ നിന്റെ കണ്ണുകൾ കൊണ്ട് നീ കാണും. നിന്റെ വാഗ്ദത്തങ്ങൾ വ്യർത്ഥമല്ല, നീ കേട്ട ദൂതുകൾ വ്യർത്ഥമല്ല, നിന്റെ തലമുറകളെ കുറിച്ചുള്ള വാഗ്ദത്തങ്ങൾ വ്യർത്ഥമല്ല, ദൂതുകൾ വ്യർത്ഥമല്ല. നമുക്ക് വാക്യത്തിലേക്ക് കടന്നു വരാം. ലൂക്കോസ് 22:13. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അവർ പോയി തങ്ങളോട് പറഞ്ഞതുപോലെ കണ്ടു, പെസഹ ഒരുക്കി. അവർ തങ്ങളോട് പറഞ്ഞതുപോലെ കണ്ടു. എന്താ കാര്യം? ഒരിക്കൽ കൂടി ആ വാക്യം ഒന്ന് വയ്ക്കാം. ലൂക്കോസ് 22:13. അവർ പോയി തങ്ങളോട് പറഞ്ഞതുപോലെ കണ്ടു, പെസഹ ഒരുക്കി. തങ്ങളോട് പറഞ്ഞതുപോലെ. പെസഹ വിട്ടിട്ടൊന്ന് വായിക്കാമോ? പെസഹ വിട്ടിട്ട് ആരംഭത്തിലെ ആ 2 ഭാഗം മാത്രം. അവർ പോയി തങ്ങളോട് പറഞ്ഞതുപോലെ പെസഹ ഒരുക്കി. അങ്ങനല്ല, ഞാൻ വായിക്കാം. അവർ പോയി തങ്ങളോട് പറഞ്ഞതുപോലെ കണ്ടു. അവർ പോയി തങ്ങളോട് പറഞ്ഞതുപോലെ കണ്ടു. തങ്ങളോട് പറഞ്ഞതുപോലെയൊക്കെ കാണണമെങ്കിൽ എന്തോ ചെയ്യണം? അവർ പോകണം, അവർ പുറപ്പെടണം. അതല്ലേ മർക്കോസ് 14 പറഞ്ഞത്? ശിഷ്യന്മാർ പുറപ്പെട്ടു. അവിടെ ഒരു പുറപ്പാടുണ്ടെങ്കിൽ മാത്രമേ കർത്താവിൻ്റെ വാഗ്ദത്വങ്ങളെ കാണാൻ കഴിയത്തുള്ളൂ. ഇത് യേശു കർത്താവ് പെസഹയ്ക്ക് വേണ്ടിയുള്ള ശാല ഒരുക്കാനാണ് വിടുന്നത്. എന്നാൽ യേശു കർത്താവ് പട്ടണപ്രവേശം ചെയ്യുന്നതിന് മുമ്പായിട്ട് യേശു കർത്താവ് 2 ശിഷ്യന്മാരെ അരികെ വിളിച്ചിട്ട് പറഞ്ഞു: എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവീൻ, അവിടെ ഒരു കഴുതയും അതിൻ്റെ കുട്ടിയെയും കാണും, അതിനെ അഴിച്ചുകൊണ്ട് വരണം. നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 32-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അയക്കപ്പെട്ടവർ പോയി തങ്ങളോട് പറഞ്ഞതുപോലെ കണ്ടു. അയക്കപ്പെട്ടവർ പോയി തങ്ങളോട് പറഞ്ഞതുപോലെ കണ്ടു. അപ്പൊ തങ്ങളോട് പറഞ്ഞതുപോലെ കാണണമെങ്കിൽ എന്തോ ചെയ്യണം? അയക്കപ്പെട്ടവർ പോകണം, പുറപ്പെടണം. എൻ്റെ സഹോദരങ്ങളെ, പുറപ്പെട്ട ഒരു പുറപ്പാടുണ്ടെങ്കിൽ മാത്രമേ വാഗ്ദത്തം കാണത്തുള്ളൂ. ഇന്ന് രാത്രി ഞാൻ ഒന്നും കൂടെ പറയട്ടെ, ഒരു പുറപ്പാടുണ്ടെങ്കിലേ വാഗ്ദത്തങ്ങൾ നിവർത്തീകരിക്കപ്പെടത്തുള്ളൂ. ഒരു പുറപ്പാടുണ്ടെങ്കിലേ വാഗ്ദത്തങ്ങൾ നിവർത്തീകരിക്കപ്പെടത്തുള്ളൂ. അതുകൊണ്ടല്ലേ ശമൂവേൽ പ്രവാചകൻ ശൗലിനെ തൻ്റെ പർവ്വതമുകളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് ശമൂവേലിൻ്റെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നു. അവിടെ യാഗം കഴിഞ്ഞു. കൈക്കുറക് കൊണ്ട് ശൗലിന് വിരുന്നും കൊടുത്തു. ശൗലും ബാല്യക്കാരനും പർവ്വതത്തിൻ്റെ അടിവാരമിറങ്ങി വരുമ്പോൾ അടിവാരത്തിൽ വെച്ച് ശൗലിനെ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു: ബാല്യക്കാരൻ മുമ്പേ പോകാൻ പറയുക, എനിക്ക് നിന്നോട് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ട് അറിയിക്കാൻ. അരുളപ്പാട് കേൾക്കാൻ തക്കവണ്ണം തിരിഞ്ഞു നിന്ന ശൗലിൻ്റെ അടുക്കൽ തൻ്റെ കയ്യിലിരുന്ന തൈലപാത്രം എടുത്തവൻ്റെ തലയിൽ കമിഴ്ത്തിയിട്ട് ശൗലിനോട് പറഞ്ഞു: ഇസ്രായേലിൻ്റെ പ്രഭുവായി നിന്റെ ദൈവം നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് അതിനനന്തരമായിട്ട് 2-ാം വാക്യത്തിൽ പറഞ്ഞു: ശൗൽ, ഞാൻ നിനക്ക് 3 അടയാളങ്ങളെ തരാം. വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണം നീ കാണാൻ പോവുകയാ. ആമേൻ. നീ 3 അടയാളങ്ങളെ കാണോ. എന്താണ് നീ കാണാൻ പോകുന്നത്? ഒന്ന്, നീ യാത്ര ചെയ്യുമ്പോൾ നിന്റെ വല്യമ്മച്ചി മരിച്ച ഒരു കല്ലറയുണ്ട്. നീ ഒരു ബെന്യാമീനാണ്. നിന്റെ വല്യമ്മച്ചി റാഹേൽ മരിച്ച അടക്കം ചെയ്യപ്പെട്ട സൽസഹേലിന്റെ കല്ലറ. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ നീ 2 ആളിനെ കാണോ. അവിടെ അവർ നിനക്ക് നഷ്ടമായി പോയതൊക്കെ ഈ മടക്കിക്കൊണ്ട് വന്നുവെന്ന്, നിന്റെ കാണാതെ പോയ കഴുതകൾ മടക്കി ലഭിച്ചുവെന്ന് പറയോ. അവിടെ നിന്ന് നീ മുമ്പോട്ട് പോകുമ്പോൾ നിന്റെ പിതാക്കന്മാർ പാപം ചെയ്ത താബോറിലെ കരുവേലകത്തെ നീ കാണോ. അവിടെ 3 പേർ നിനക്ക് എതിർപ്പെടോ. അവർ നിന്നോട് കുശലം ചോദിക്കുക. ആ 3 പേരിൽ ഒരുത്തന്റെ കയ്യിൽ 3 കൊട്ട അപ്പം, ഒരുത്തന്റെ കയ്യിൽ 3 അപ്പം കാണോ, ഒരുത്തന്റെ കയ്യിൽ 3 ആട്ടിൻകുട്ടി കാണോ, ഒരുത്തന്റെ കയ്യിൽ 1 തുരുത്തി വീഞ്ഞും കാണോ. അവർ എന്ത് ചെയ്യോ? അവർ 3 അപ്പങ്ങൾ നിനക്ക് തരോ, നിന്നോട് കുശലം ചോദിക്കുക. അതിനുശേഷം നീ വീണ്ടും മുമ്പോട്ട് പോകുക. ഫെലിസ്ത്യരുടെ പട്ടാളമുള്ള ദൈവഗിരിയിൽ നീ എത്തോ. അവിടെ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ വരോ. നീ പ്രവചിക്കാൻ തുടങ്ങോ. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. ശൗലിന് 3 വാഗ്ദത്തങ്ങൾ നൽകി. ഒന്ന്, നിന്റെ അമ്മയുടെ വല്യമ്മച്ചിയുടെ കല്ലറയിൽ, നഷ്ടങ്ങളുടെ കല്ലറയിൽ വെച്ച് നിന്റെ നഷ്ടങ്ങൾ മടക്കി ലഭിച്ചെന്ന് പറയോ. 2, താബോറിന്റെ കരുവേലകത്തിൽ ബഥേലിലേക്ക് ആരാധിക്കാൻ പോകുന്നവൻ നിന്നോട് കുശലം ചോദിച്ചു നിനക്ക് അപ്പം തരോ. അവിടെ നിന്ന് ദൈവത്തിന്റെ ഗിരികളിൽ നീ
കടന്നു ചെല്ലുമ്പോൾ അഭിഷേകത്തിന്റെ അടുത്ത തലം നിനക്ക് വെളിപ്പെട്ടു വരിക. പക്ഷെ ഇതൊക്കെ സംഭവിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ? അവിടെ 2-ാം വാക്യത്തിൽ പറയുകയാണ്, നീ ഇന്ന് എന്നെ പിരിഞ്ഞു പോകുമ്പോൾ ബെന്യാമീന്റെ അതിരിങ്കലെ സൽസഹിൽ റാഹേലിന്റെ കല്ലറയ്ക്കരികിൽ. ഇതൊക്കെ സംഭവിക്കണമെങ്കിൽ നീ എന്തോ ചെയ്യണോ? ഇവിടെ നിന്ന് നീ ഒന്ന് ബിഗിൻ ചെയ്യണം. ഇവിടെ നിന്ന് നീ ഒന്ന് പ്രൊസീഡ് ചെയ്യണം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളോട് പറയട്ടെ, അഭിഷേകമുള്ളവൻ പുറപ്പെട്ടാലേ വാഗ്ദത്തങ്ങൾ നിവർത്തീകരിക്കപ്പെടത്തുള്ളൂ. അഭിഷേകമുള്ളവൻ വീട്ടിൽ കയറിയിരുന്ന കാര്യം നടക്കത്തില്ല. നീ തന്നെ പിരിഞ്ഞു പോകുമ്പോൾ നിയോഗങ്ങളെ ഏറ്റെടുക്കാൻ ഒരുക്കമുണ്ടെങ്കിൽ, നിയോഗങ്ങൾക്കനുസരിച്ച് കാലുവെപ്പാൻ ഒരുക്കമുണ്ടെങ്കിൽ, നിയോഗങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകാൻ നിനക്ക് ഒരുക്കമുണ്ടെങ്കിൽ ദൈവം നിന്നിൽ വാഗ്ദത്തങ്ങളെ നിവർത്തീകരിക്കുക. യെസ്, ഇന്ന് രാത്രികാല ഈ ക്രൂസൈഡിന്റെ സമാപന രാത്രികളോട് അടുക്കുമ്പോൾ, ഈ ക്രൂസൈഡിന്റെ ആരാധന അവസാനിക്കുമ്പോൾ ചില പുറപ്പാടുകൾക്ക് ദൈവ ചിലരെ സജ്ജരാക്കട്ടെ എന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്. നിന്റെ വാഗ്ദത്തങ്ങൾ നിവർത്തീകരിക്കപ്പെടോ. പക്ഷേ അതിനൊരു പുറപ്പാട് സംഭവിക്കണോ. നീ ഇവിടെ നിൽക്കുമ്പോൾ നീ ഇതൊക്കെ കാണുമെന്നല്ല പറഞ്ഞത്. നീ ഇന്ന് എന്നെ പിരിഞ്ഞു പോകുമ്പോൾ ഒരു പുറപ്പാടുണ്ടെങ്കിൽ അവിടെ വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണം ഉണ്ടാകുക. നിയോഗമുള്ളവനെ നീ പുറപ്പെട്ടേ മതിയാകത്തുള്ളൂ. എവിടെയൊക്കെ ഒരു പുറപ്പാടുണ്ടോ അവിടെയൊക്കെ നിവർത്തീകരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. സ്തോത്ര. യോസേഫ് അപ്പന്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോകേണ്ടി വന്നു. യാക്കോബ് അപ്പന്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോകേണ്ടി വന്നു. അബ്രഹാം പിതൃദേശത്ത് നിന്ന് പുറപ്പെട്ടു പോകേണ്ടി വന്നു. എവിടെയൊക്കെ പുറപ്പാടുകൾ സംഭവിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ വാഗ്ദത്തങ്ങൾ നിവർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. നിയോഗമുള്ളവനെ നീ ഒരിടത്ത് ഒതുങ്ങി പോകരുത്. നിയോഗമുള്ളവളെ നീ ഒരിടത്ത് ഒതുങ്ങി പോകരുത്. നീ പുറപ്പെടേണ്ടത് പുറപ്പെടണം. അപ്പോഴാകുന്നു സ്തോത്ര നിനക്ക് വാഗ്ദത്തങ്ങൾ നിവർത്തീകരിക്കപ്പെടുന്നത്. അവിടെ ആ പുറപ്പാടിനെ കുറിച്ച് പറയുകയാണ്. നീ എന്നെ പിരിഞ്ഞു പോകുമ്പോൾ, നീ എന്നെ പിരിഞ്ഞു പോകുമ്പോൾ എൻ്റെ സഹോദരങ്ങളെ, അഭിഷേകത്തിൻ്റെ നിയോഗം പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ ചില ബന്ധങ്ങളെ പിരിഞ്ഞു പോകണം. ചില ബന്ധങ്ങളെ പിരിഞ്ഞു പോകണം. ചിലർക്ക് ജീവിച്ചിരിക്കുന്നവരുമായിട്ട് പോലുമല്ല, മരിച്ചവരും അവരുടെ കല്ലറകളെ പോലും പിരിഞ്ഞു പോകാൻ ഇഷ്ടമില്ല. ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അമ്മച്ചിയുടെ കല്ലറയിൽ ആരും മെഴുകുതിരി കത്തിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, മരിച്ചുപോയ അമ്മച്ചിക്ക് വർഷം തോറും മെഴുകുതിരി കത്തിക്കാൻ വേണ്ടി നീയും നിന്റെ തലമുറകളും വാഗ്ദത്തങ്ങളെ തള്ളിമാറ്റി നിന്റെ ജീവിതം ഇരുട്ടിലാക്കരുത്. പകരം നീ പിരിഞ്ഞു പോ. യെസ്, ചില സൊസൈറ്റികളെ, ചില ബന്ധങ്ങളെ, ചില പാരമ്പര്യങ്ങളെ, ചില ഈടുറ്റ കൂട്ടുകെട്ടുകളെ വിട്ടുപോകാൻ നിനക്കൊരു മനസ്സൊരുക്കമുണ്ടെങ്കിൽ കർത്താവിനെ അനുഗമിക്കാൻ തക്കവണ്ണം എനിക്ക് മാനുഷിക ബന്ധങ്ങളല്ല. പൂർവകാലങ്ങളിലെ ദൈവസഭ പാടി ആരാധിച്ച ഒരു പാട്ടുണ്ട്. നാട് വിട്ടു, വീട് വിട്ടു, നാമധേയ കൂട്ടം വിട്ടു. വിട്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എക്സ്പ്രസ് ഹൈവേ അല്ല, കാഠിന്യമാം ശോധനയിൽ യാനം ചെയ്തു. പക്ഷേ എന്തായിരുന്നോ ആ കൂട്ടുകെട്ടുകളെ വിടാൻ അവർക്കുണ്ടായിരുന്ന പ്രേരണ? അവർ ഒന്ന് കണ്ടു, ഒരു വാഗ്ദത്തത്തെ കണ്ടു. അത് പിടിക്കുവാൻ വേണ്ടി അവർ മുന്നിട്ടിറങ്ങി. തർസോസിലെ കിലിക്കയിൽ ജനിച്ച തർസോസിലെ കിലിക്കക്കാരനായ കിലിക്കയിലെ തർസോസുകാരനായ ശൗൽ തൻ ന്യായപ്രമാണം ഗമാലിയേലിന്റെ പാദത്തിൽ ഇരുന്ന് പഠിച്ച റോമ പൗരത്വത്തിന്റെ അന്തസത്തകൾ ഉൾക്കൊണ്ട് യഹൂദ പാരമ്പര്യത്തിന്റെ കൂട്ടുകെട്ടുകൾ പിടിച്ച മതപൗരോഹിത്യത്തിന്റെ മേലധികാരികളോടുകൂടെ ചങ്ങാത്തം വിട്ട് താൻ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ കണ്ട ദിവ്യ ദർശനത്തിന് വശംവദനായി തന്റെ മേൽ അനന്യാസ് കൈവെക്കുമ്പോൾ വ്യാപരിച്ച പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിന് വശംവദനായി തന്റെ പുറപ്പാടുകൾ മാറി അവിടെ വാഗ്ദത്തങ്ങൾ നിവർത്തീകരിക്കപ്പെട്ടോ. ഇന്ന് രാത്രി അവർ പോയി വാഗ്ദത്തങ്ങൾ നിവർത്തീകരണം കാണുവാൻ. ആകയാൽ ഈ രാത്രി ഒരു പുറപ്പാട് ആവശ്യമാണ് നിന്റെ വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണത്തിന് വേണ്ടി. ആകയാൽ ശൗൽ വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണത്തിന് വേണ്ടി അവിടെ നിന്ന് പുറപ്പെടുകയാണ്. അതിന്റെ 9-ാം വാക്യത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത് അറിയാമോ? ആ അടയാളങ്ങളെല്ലാം അന്ന് തന്നെ സംഭവിച്ചു. ഈ രാത്രി പരിശുദ്ധാത്മാവ് ആരോടോ വിളിച്ചു പറയുകയാണ്, നീ പിരിയേണ്ടതിനെ പിരിയാൻ ഒരു തീരുമാനമെടുത്താൽ, അത് പാരമ്പര്യമാകട്ടെ, അത് സമുദായമാകട്ടെ, അത് കൂട്ടുകെട്ടാകട്ടെ, പിരിയുവാൻ ഒരു തീരുമാനമെടുത്താൽ ആ അടയാളങ്ങളെല്ലാം അന്ന് തന്നെ സംഭവിച്ചുവെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ഈ 2023 നിന്റെ വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണമായിരിക്കും. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ചിലതിനെ വിട്ടു പുറപ്പെടണം. ലോത്ത് തന്റെ വീട്ടിൽ കയറി വന്ന ദൂതന്മാരെ സ്വീകരിച്ചു. അതിനനന്തരം ലോത്ത് ഓടിപ്പോയി തന്റെ മക്കളുടെ അടുക്കൽ പറഞ്ഞ ഭാഗം ഇതാണ്:
ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 19-ാം അധ്യായം 14-ാം വാക്യം, അങ്ങനെ ലോത്ത് ചെന്നു തന്റെ പുത്രിമാരെ വിവാഹം ചെയ്യുവാനുള്ള മരുമക്കളോട് സംസാരിച്ചു. എന്താണ് പറഞ്ഞത്? നിങ്ങൾ എഴുന്നേറ്റ് ഈ സ്ഥലം വിട്ട് പുറപ്പെടുവീൻ, യഹോവ ഈ പട്ടണം നശിപ്പിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ അവൻ കളി പറയുന്നെന്ന് മരുമക്കൾക്ക് തോന്നി. സ്തോത്ര. ഉഷസായപ്പോൾ ദൂതന്മാർ ലോത്തിനെ ബന്ധപ്പെടുത്തി, ഈ പട്ടണത്തിന്റെ അകർത്യത്തിൽ നശിക്കാതിരിപ്പാൻ എഴുന്നേറ്റ് നിന്റെ ഭാര്യയെയും ഇവിടെ കാണുന്ന നിന്റെ 2 പുത്രിമാരെയും കൂട്ടിക്കൊണ്ട് പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് നിന്നോട് നൽകുന്ന ദൂതിതാണ്. വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണം പ്രാപിക്കാൻ നീ ചിലതിനെ വിട്ടുപോകേണ്ടതുണ്ട്. ഏതാണ് ലോത്തിന്റെ അടുക്കൽ ഇപ്പൊ പറയാ? വിട്ടു പോയിക്കൊള്ളാൻ പറയാ. ഏതാ ലോത്ത് പറയുന്നതെന്നറിയോ? ലോത്ത് നോക്കിയപ്പോൾ നീരോട്ടമുള്ളതെന്ന് കണ്ട് ലോത്തിന്റെ മാനസിക താല്പര്യത്തിൽ, ലോത്തിന്റെ ഇഷ്ടത്തിൽ, ലോത്തിന്റെ സ്വന്തം താല്പര്യത്തിൽ തെരഞ്ഞെടുത്ത ചിലതിന്റെ അടുക്കൽ ദൈവത്തിന്റെ ദൂതൻ ഇപ്പൊ ഇറങ്ങി വന്നിട്ട് പറയുക, നേരം വെളുക്കുന്നിടം വരെ കാത്തു നിൽക്കാൻ പറ്റത്തില്ല, ഇപ്പൊ ഇവിടുന്ന് സ്ഥലം വിട്ടോണോ. ഇന്ന് രാത്രികാല സ്വന്തം താല്പര്യങ്ങൾ, സ്വന്തം ഡിസിഷനുകൾ, സ്വന്തം തീരുമാനങ്ങളെ വിടാൻ ഒരുക്കമുണ്ടോ? ദൈവം അതിനകത്ത് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുക. ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് കടന്നു വരാം, വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ. ഉത്തമഗീതത്തിലേക്ക് കടന്നു വരാം. ഉത്തമഗീതങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 8-ാം വാക്യം സുപരിചിതമായിരിക്കുന്ന വേദഭാഗമാണ്. കാന്തൻ കാന്തയെ വിളിക്കുകയാണ്, കാന്തേ ലെബാനോനെ വിട്ട് എന്നോട് കൂടെ പോരാ, ലെബാനോനെ വിട്ട് എന്നോട് കൂടെ വരിക, ലെബാനോനെ വിട്ട് എന്നോട് കൂടെ വരിക. അവിടെ വീണ്ടും ആവർത്തിച്ചു പറയുകയാണ്, കാന്തേ ലെബാനോനെ വിട്ട് എന്നോട് കൂടെ, കാന്തേ ലെബാനോനെ വിട്ട് എന്നോട് കൂടെ വരിക. എന്താണ് ലെബാനോൻ? ഇസ്രായേലിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ ഏറ്റവും ഉന്നതമായ പർവ്വതനിരയാണ് ലെബാനോൻ. എന്നിട്ട് അടുത്തതായിട്ട് പറയുകയാണ്, അമാന മുകളും ശനീർ ഹെർമോൻ കൊടുമുടികളോ സിംഹങ്ങളുടെ ഗുഹകളും പുല്ലിപ്പുലികളുടെ പർവ്വതങ്ങളും വിട്ടുപോരുക. ഇവിടെ കാന്തയുടെ അടുക്കൽ കാന്തൻ പറയുക, കാന്തേ നീ ലെബാനോനെ വിട്ടുവരിക, കാന്തേ കാന്തേ നീ അമാന മുകൾ വിട്ടുവരിക, കാന്തേ നീ ശനീർ വിട്ടുവരിക, കാന്തേ നീ ഹെർമോൻ കൊടുമുടികളെ വിട്ടുവരിക, കാന്തേ നീ ഗുഹകളുള്ള പർവ്വതങ്ങളെ, പുള്ളിപ്പുലികളുടെ ഗിരികളെ വിട്ടുവരിക. ഞാൻ ആലോചിച്ചു, ഇതെന്തിനാണ് കാന്തൻ അവളുടെ അടുക്കൽ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരാൻ പറയുന്നത്? അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലേക്ക് വരണം. 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ, ഉത്തമഗീതം 2-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ കാന്തൻ പറയുകയാണ്, ഞാൻ ശാരോനിലെ പനിനീർ പുഷ്പവോ താഴ്വരകളിലെ താമരപ്പൂവുമാകുന്നു. അപ്പോ കാന്തൻ കാന്തയുടെ അടുക്ക പറയാ, കൊച്ചെ ഞാൻ താഴ്വരയിലെ താമരപ്പൂവാ, നീ ഇങ്ങനെ ലെബാനോന്റെ കൊടുമുടിയിൽ ഇരുന്നാൽ നമ്മൾ തമ്മിൽ ഒരിക്കലും ചേരത്തില്ല. ഇന്ന് രാത്രി യേശു വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണം കാണുക, യേശുവിനോട് കൂടെ ചേരുവാൻ തക്കവണ്ണ ലെബാനോന്റെ കൊടുമുടികൾ വിട്ടിട്ട് താഴ്വരകളിലെ താമരപ്പൂവിലേക്ക് ഇറങ്ങി വരണോ. ഹെർമോൻ കൊടുമുടികളെ വിട്ടിട്ട്, ലെബാനോൻ പർവ്വത ശിഖരങ്ങളെ വിട്ടിട്ട് സമനിലമാകുന്ന ശാരോനിലേക്ക് ഇറങ്ങി വരണോ. ഈ രാത്രി എത്ര പേർ വിളിച്ചു പറയോ, എനിക്ക് പാരമ്പര്യത്തിന്റെ കൊടുമുടികൾ വേണ്ട, എനിക്ക് പട്ടത്വത്തിന്റെ കൊടുമുടികൾ വേണ്ട, എനിക്ക് കുടുംബ മഹിമയുടെ കൊടുമുടികൾ വേണ്ട, എനിക്ക് ലയൺസ് ക്ലബിന്റെയും റോട്ടറി ക്ലബിന്റെയും കൊടുമുടികൾ വേണ്ട, പകരം ഞാൻ അറിയുന്ന യേശു സൗമ്യതയും താഴ്മയും ഉള്ളവനാകൊണ്ട് അവന്റെ മുഖമേറ്റ് അവനോട് കൂടെ പഠിപ്പാ ഞാൻ താഴോട്ട് ഇറങ്ങി വരികയാണ്. ഇന്ന് രാത്രി എത്ര പേർ പറയോ, ഞാൻ താഴോട്ട് ഇറങ്ങി വരാ. ഒരുപക്ഷെ നിന്റെ സൊസൈറ്റിയുടെ ആയിരിക്കാം നിന്റെ കൊടുമുടി, ഒരുപക്ഷെ നിന്റെ വിദ്യാഭ്യാസമായിരിക്കാം നിന്റെ കൊടുമുടി, ഒരുപക്ഷെ നിന്റെ പാരമ്പര്യമായിരിക്കാം നിന്റെ കൊടുമുടി, ഒരുപക്ഷെ നിന്റെ സുഹൃത്ത് ബന്ധങ്ങളായിരിക്കാം നിന്റെ കൊടുമുടി. അയ്യോ ഞങ്ങൾ പഴയ കുടുംബക്കാരല്ലേ. കർത്താവ് പറയുക, കാന്തേ നീ ആ പഴയ കുടുംബ പാരമ്പര്യത്തിന്റെ കൊടുമുടി വിട്ടിട്ട്, നീ ആ ശനീർ പർവ്വതങ്ങളെ വിട്ടിട്ട്, നീ ആ സിംഹങ്ങളുടെ ഗുഹ വിട്ടിട്ട്, ആ പുള്ളിപ്പുലിയുടെ പർവ്വതം വിട്ടിട്ട് നീ ഇങ്ങ് താഴോട്ട് വാ. ഞാൻ ആരാണെന്നറിയാമോ? നീ ചിന്തിക്കുന്നത് പോലെ ഗുഹയ്ക്കകത്തിരിക്കുന്ന സിംഹമല്ല ഞാൻ, നീ ചിന്തിക്കുന്നത് പോലെ പർവ്വതത്തിലെ പുള്ളിപ്പുലിയല്ല ഞാൻ, താൻ താഴ്വരയിലെ താമരപ്പൂവാ. നീ ഇറങ്ങി വാ, നിന്റെ പാരമ്പര്യം വിട്ട് ഇറങ്ങി വാ, നിന്റെ പ്രസ്റ്റീജ് വിട്ട് ഇറങ്ങി വാ, നിന്റെ ഈഗോ വിട്ട് നീ ഇറങ്ങി വാ, നിന്റെ കോംപ്ലക്സ് വിട്ട് നീ ഇറങ്ങി വാ, നിന്റെ മതചിന്തകൾ വിട്ട് നീ ഇറങ്ങി വാ, നിന്റെ ജാതി ചിന്തകൾ നീ വിട്ട് നീ ഇറങ്ങി വാ, നിന്റെ കുടുംബ മഹിമകൾ വിട്ട് നീ ഇറങ്ങി വാ. നീ ഇറങ്ങി വരാൻ തയ്യാറായി കഴിഞ്ഞാൽ, നീ അവിടെ നിന്ന് പുറപ്പെട്ടാൽ ഞാൻ നിന്നോടുകൂടെ ഇരിക്കുക. നീ വാഗ്ദത്തങ്ങളെ കാണുക. ഇന്ന് രാത്രി
കൽപ്പന അനുസരിക്കുന്നതിന്, കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുന്നതിന് എന്താണ് നിനക്ക് തടസ്സമായിരിക്കുന്നത്? ഈ രാത്രി കർത്താവിനോട് പറ, കർത്താവേ, ആ പട്ടത്വത്തിന്റെ ലബാനോൻ എനിക്ക് വേണ്ട. കർത്താവേ, ആ പാരമ്പര്യത്തിന്റെ ശനീർ എനിക്ക് വേണ്ട. കർത്താവേ, ആ ജാതി ചിന്തയുടെ ആ ഹെർമോൻ എനിക്ക് വേണ്ട. കർത്താവേ, ആ പണമുണ്ടാക്കുന്ന സെക്യുലർ ചിന്താഗതികളുടെ ഉന്നത ഗിരികൾ എനിക്ക് വേണ്ട. നീ താഴ്വരയിലെ താമരപ്പൂവാ, ഞാൻ അങ്ങോട്ട് ഇറങ്ങി വരാ. നോക്കൂ, യേശു താഴ്വരയിലെ താമരപ്പൂവായി താഴെ നിന്ന് ഉയരത്തിൽ നിൽക്കുന്ന കാന്തയെ വിളിച്ചിട്ട് പറയുകയാ, അധ്വാനിക്കുന്നവനും ഭാരം ചുമക്കുന്നവനുമേ എന്റെ അടുക്കലേക്ക് വാ, ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവനാകൊണ്ട് എൻ്റെ മുഖമേറ്റ് എന്നോടുകൂടെ പഠിക്കുക. ഈ രാത്രി യേശു പറഞ്ഞോ, ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ കാണോ. അതിന് നിങ്ങൾ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. വിടേണ്ടതിനെ വിട്ടിട്ട് പുറപ്പെടേണ്ടിടത്തേക്ക് പുറപ്പെടണോ. നിയോഗമുള്ളവൻ പുറപ്പെട്ടോ, അന്ന് തന്നെ അടയാളങ്ങളെല്ലാം കണ്ടോ. സ്തോത്ര. പട്ടണം വിടേണ്ടവൻ, താല്പര്യങ്ങളെ വിടേണ്ടവൻ വിട്ടോ, അവൻ രക്ഷ പ്രാപിച്ചോ. സ്തോത്ര. ആമേൻ. ഉന്നത ഗിരികളെ വിടണ്ട, ചിന്താധാര വിടേണ്ടവർ വിട്ടോ, അവരുടെ ജീവിതത്തിൽ അവർ രക്ഷ പ്രാപിച്ചോ. ദൈവത്തിന്റെ വിടുതലിന്റെ പ്രക്രിയ ഏറ്റവും ഭയങ്കരവുമായി നാം കാണുന്നത് പുറപ്പാട് പുസ്തകത്തിലാണ്. പുറപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, പുറപ്പാട് പുസ്തകം 8-ാം അധ്യായം അതിന്റെ 20-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവം മോശയുടെ അടുക്ക പറഞ്ഞു, നീ നാളെ ഏറ്റവും രാവിലെ എഴുന്നേക്കണോ. നീ രാത്രി നേരത്തെ വേണേ കിടന്നോ, പക്ഷെ നാളെ നേരം വെളുക്കുന്നതിന് മുമ്പേ എഴുന്നേക്കണോ. എഴുന്നേറ്റിട്ട് നീ ഫറവോന്റെ അടുക്ക പോണോ. അപ്പൊ മോശ ചോദിച്ചു, ഞാൻ വെളുപ്പം കാലത്ത് കൊട്ടാരത്തിൽ കയറി പോകാനോ? നീ കൊട്ടാരത്തിൽ പോണ്ട, നീ ആ വെള്ളത്തിന്റെ തീരത്ത് പോയി നിൽക്കണോ. നാളെ അധികാലത്ത് ഫറവോൻ വെള്ളത്തിൽ കുളിക്കാൻ വരോ. അവന് പ്രത്യേക ഒരു ദിവസമാണ് നാളെ. അവൻ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ വെള്ളത്തിൽ വന്ന് കുളിച്ചിട്ട് അവന് ചില പരിപാടികളുണ്ട്. സ്തോത്രം. ഞാൻ അതിനെ വിശദീകരിക്കുന്നില്ല, മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പൊ നീ സൂര്യോദയത്തിന് മുമ്പേ ആറ്റുതീരത്ത് പോയി നിൽക്കണം. അവൻ വരും, നൈൽ നദിയിൽ വരോ. നൈൽ അവന്റെ ദേവതയാ. അപ്പൊ സൂര്യോദയത്തിന് മുമ്പേ അവൻ നൈലിൽ കുളിക്കാൻ വരോ, അവൻ കുളിച്ച് തൊഴാൻ വരോ. ആ സമയത്ത് നീ എന്ത് ചെയ്യണോ? നീ അവിടെ പോയി നിൽക്കണോ. അപ്പൊ നീ അവന്റെ അടുക്കൽ പറയണോ, എന്റെ ജനത്തെ ആരാധിപ്പാൻ തക്കവണ്ണോ നീ വിട്ടയക്കണോ. മോശ അധികാലത്ത് എഴുന്നേറ്റ് വെള്ളത്തിന്റെ തീരത്ത് ചെന്നോ. വെള്ളത്തിൽ രാവിലെ കുളിക്കുവാൻ വേണ്ടി ഫറവോൻ നദീതീരത്ത് ഇറങ്ങി വരുമ്പോൾ മോശ ഫറവോനെ നോക്കിയിട്ട് പറഞ്ഞോ, എന്റെ ദൈവം പറഞ്ഞോ തന്റെ ജനത്തെ പുറപ്പെടുവിക്കണമെന്ന് പറഞ്ഞോ. ഫറവോന് കേട്ടിട്ട് ആകെ അങ്ങ് ആശങ്കയായി. ഫറവോൻ ചോദിച്ചു, 25-ാം വാക്യം, നിങ്ങൾ എന്തിനാ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നേ? ആരാധിക്കാനാണ് ഞങ്ങളുടെ നമുക്ക് ഇവിടെ തന്നെ എന്തോ വേണേലും നിങ്ങൾ അങ്ങ് ആരാധിച്ചോ, നിങ്ങൾ എങ്ങനെ വേണേലും ഇതിനകത്ത് നിന്ന് അങ്ങ് ആരാധിച്ചോ. ആമേ എന്ന്. അപ്പൊ മോശ പറഞ്ഞോ, ഞങ്ങളുടെ ആരാധന നിങ്ങൾക്ക് അറപ്പായിരിക്കുക. ഞങ്ങൾ ആരാധിക്കുന്നത് ഇങ്ങനെ മൃഗത്തെയൊക്കെ അറുത്ത ഞങ്ങളുടെ ആരാധന നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല. ഞങ്ങളുടെ കയ്യടി, സ്തോത്രോ, ഹല്ലേലൂയ, ഞങ്ങളുടെ മറുഭാഷയും തുള്ളലും ഒക്കെ കണ്ട സാറെ പിടിക്കത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ അപ്പുറത്തോട്ട് പൊയ്ക്കൊള്ളാമെന്ന് പറഞ്ഞോ. അപ്പോ ഫറവോൻ അടുത്ത ഒരു എപ്പിസോഡ് പറഞ്ഞോ. ഫറവോൻ പറഞ്ഞു, എന്നാ പിന്നെ പൊക്കോ, പക്ഷെ ദൂരെ എങ്ങും പോവരുത്. എവിടെ പോയാലും ഞായറാഴ്ച രാവിലെ 7:30 ആകുമ്പോ ഇങ്ങ് വന്നേക്കണം. ഇടയ്ക്ക് എവിടെയെങ്കിലും ഒക്കെ പോകുന്നേ പൊക്കോ, ഒരു കുഴപ്പമില്ല. മോശ പറഞ്ഞ അങ്ങനത്തെ ഒരു വരുത്തുപോക്ക് സമ്പ്രദായത്തിനല്ല ദൈവം വിളിച്ചത്. പകരം ആമേൻ, നിങ്ങൾ 3 ദിവസം വഴിദൂര ദേഹവും ദേഹിയും ആത്മാവും ഞങ്ങൾ വേർപെട്ട് മരുഭൂമിയിൽ പോയി ആരാധിക്കണം. ഫറവോൻ ഇവിടെ വണ്ടറടിക്കുക. എടാ, പട്ടണത്തിൽ ആരാധിക്കാൻ പറഞ്ഞിട്ട് ഇവന് വേണ്ട, ഇവന് മരുഭൂമിയിൽ പോയി ആരാധിക്കണം. ആമേ. അപ്പോ മോശ മനസ്സിനകത്ത് പറഞ്ഞു, ദൈവത്തിന്റെ വാഗ്ദത്തം കാണണമെങ്കിൽ വീട്ടിലിരുന്ന് ആരാധിച്ചിട്ട് കാര്യമില്ല, പോയി ആരാധിച്ചാലേ കാര്യമുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് മോശ ഇത് പറയാൻ കാര്യം എന്താണെന്ന് അറിയാമോ? സ്തോത്ര. മോശയ്ക്കൊരു വെളിപ്പാടുണ്ട്. മോശയുടെ പൂർവ്വപിതാവായിരിക്കുന്ന അബ്രഹാം എവിടെ വീട് പണിതാലും കൂടാരം അടിച്ചാൽ ആദ്യം അബ്രഹാം എന്താ ചെയ്യുന്നത്? കൂടാരത്തിന്റെ വാതുക്കൽ ഒരു യാഗപീഠം പണിയോ. ആ യാഗപീഠം വീണത് അവിടെ ആരാധിക്കും. അപ്പം തൻ്റെ വീടിന്റെ മുമ്പിൽ എന്നും എന്തുണ്ട്? ഒരു യാഗപീഠമുണ്ട്. എവിടെ പോയി ഫ്ലാറ്റ് മേടിച്ചാലും വീട് മേടിച്ചാലും എന്നും വൈകിട്ട് സന്ധ്യാപ്രാർത്ഥന പുള്ളിക്കാരനുണ്ട്. പിള്ളേരെല്ലാം വിളിച്ചു വരുത്തോ, പാട്ടുപാടും, വചനം വായിക്കും, എല്ലാം ഉണ്ട്. പക്ഷേ ഒരു ദിവസം ദൈവം ഉൽപ്പത്തി പുസ്തകം 22 കടന്നു വരുമ്പോൾ ദൈവം അബ്രാമിനെ പരീക്ഷിച്ചത്
എങ്ങനെയെന്നാൽ ദൈവം അബ്രാമിനെ വിളിച്ചിട്ട് പറഞ്ഞു, അബ്രാം നീ എന്ത് ചെയ്യണോ? നീ സ്നേഹിക്കുന്ന നിന്റെ മകനെ, നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് നീ നിന്റെ വീടിന്റെ മുമ്പിലെ ആ യാഗപീഠത്തിൽ ഇസഹാക്കിനെ കിടത്തി യാഗം കഴിക്കണമെന്നല്ലേ പറഞ്ഞത്? നീ അവിടെ നിന്ന് പുറപ്പെടണോ? നീ അവിടെ നിന്ന് പുറപ്പെട്ട് നിന്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിക്കുന്ന പർവ്വതം വരെ ഇനി നടക്കണോ? അങ്ങനെ അബ്രാം യാത്ര പുറപ്പെട്ടു. 3 ദിവസം യാത്ര പുറപ്പെട്ട് മോര്യാദേശത്തെത്തി. മോര്യാദേശത്തെത്തിയപ്പോൾ ഒരു മലയെത്താൻ കണ്ടു. അപ്പോൾ മോശ പറയാ, എൻ്റെ പിതാവ്, ഞങ്ങളുടെ പിതാവായിരിക്കുന്ന അബ്രഹാം വീട്ടിൽ യാഗപീഠം ഉണ്ടായിരുന്നു, വീട്ടിൽ പാട്ട് പാടാൻ പാട്ടുപുസ്തകം ഉണ്ടായിരുന്നു, വീട്ടിൽ തമ്പേറുണ്ടായിരുന്നു, വീട്ടിൽ കീബോർഡ് ഉണ്ടായിരുന്നു, വീട്ടിൽ ചിഞ്ചിലുണ്ടായിരുന്നു, വീട്ടിൽ പായ ഉണ്ടായിരുന്നു, വീട്ടിലെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ യഹോവ ഇരേ എന്ന ദൈവത്തിന്റെ കരുതൽ കാണുന്ന, ദൈവത്തിന്റെ വാഗ്ദത്തം പ്രാപിക്കുന്ന ആരാധനയുടെ ദിവസം വന്നപ്പോ ദൈവം അബ്രാമിന്റെ അടുക്ക പറഞ്ഞു, വീട്ടിലിരുന്ന് ചെണ്ട കൊട്ടിയ പോരാ, നീ ഇറങ്ങ്, മോറിയ ദേശത്തേക്ക് പോ. 3 ദിവസം യാത്ര ചെയ്ത് തൻ്റെ കൂടെയുള്ള ബാല്യക്കാരെ പർവ്വതത്തിന്റെ അടിവാരത്തിലിരുത്തി പർവ്വതത്തിന്റെ മുകളിലേക്ക് അബ്രാം പിതാവ് കയറി ചെന്നു. അവിടെ ആ പോകുന്ന വഴി മൊത്തം മകൻ ഇങ്ങനെ ചോദിച്ചോ, അപ്പാ നമ്മുടെ വീട്ടിൽ യാഗപീഠമുണ്ട്, അപ്പൻ എന്നും അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്, ഇന്നെന്തിനാ അപ്പൻ ഇത്രയും ദൂരെ യാത്ര ചെയ്തു പോകുന്നത്? അപ്പോ ഒക്കെ അബ്രാം മോന്റെ അടുക്ക പറഞ്ഞു, എടാ കരുതുന്ന ദൈവത്തിന്റെ കരുതൽ അറിയണമെങ്കിൽ വീട്ടിൽ ഇരുന്ന് പാട്ടുപാടിയാ പോരാ, പകരം ദൈവം നിശ്ചയിച്ച സ്ഥലത്ത് പോയി ആരാധിക്കണം. ആമേ. അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോ അബ്രാം വിളിച്ചു പറഞ്ഞു, എൻ്റെ ദൈവം എന്നോടൊരു വാഗ്ദത്തം ചെയ്തു, എൻ്റെ പിതാക്കന്മാരുടെ എൻ്റെ ദൈവ തലമുറയാ എൻ്റെ സന്തതികളെ അനുഗ്രഹിക്കുമെന്ന് വാഗ്ദത്തം ചെയ്തു. ഇസഹാക്കിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ആ പാരമ്പര്യം അറിയാവുന്ന മോശ പറഞ്ഞു, 3 ദിവസം പോയിട്ടേ ഞങ്ങൾ ആരാധിക്കത്തുള്ളൂ. അവിടെയാണ് ദൈവത്തിന്റെ ഉടമ്പടി കാണുന്നത്. 3 ദിവസത്തേക്ക് പുറപ്പെട്ട മോശ 3 മാസം കഴിഞ്ഞപ്പോഴാ സീനായ് പർവ്വതത്തിന്റെ അടിവാരത്തിലെത്തിയത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, ആരാധിപ്പാൻ തക്കവണ്ണം ഒന്ന് പുറപ്പെടാൻ എത്ര പേർക്ക് മനസ്സിനകത്ത് ഒരു താല്പര്യമുണ്ട്? നിൽക്കുന്നിടത്ത് നിന്ന് ആരാധിക്കാനല്ല, നിൽക്കുന്നിടത്ത് നിന്നുള്ള പോലെ കൈകൊട്ടി പാട്ടുപാടി കാര്യം കഴിഞ്ഞിട്ട് പോകാനല്ല, എൻ്റെ കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ, വിടേണ്ടതിനെ വിടാൻ, കൊടുക്കേണ്ട വിലയെ കൊടുക്കാൻ, സഹിക്കേണ്ടതിനെ സഹിക്കാൻ, അപമാനത്തെ അലക്ഷ്യമായി എണ്ണാൻ പുറപ്പെടാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? ഇന്ന് രാത്രികാല ആ തീരുമാനത്തിന്റെ മുമ്പാകെ ദൈവത്തിന്റെ പ്രവർത്തികൾ വരും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ദൈവം നിങ്ങൾക്ക് നൽകുന്ന വിടുതലുകളൊക്കെയോ ഒരു പുറപ്പാടിന് വേണ്ടിയാണ്. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 12-ാം അധ്യായം ആരംഭിക്കുന്നത്, യാക്കോബിനെ കൊന്നത് യഹൂദന്മാർക്ക് പ്രസാദമായതുകൊണ്ട് ഹെരോദ അഗ്രിപ്പ 1 പത്രോസിനെയും കൊല്ലുവാൻ തക്കവണ്ണം കാരാഗ്രഹത്തിൽ അടച്ചിരിക്കുകയാണ്. കാരാഗ്രഹത്തിൽ അടച്ചിരുന്ന ആ രാത്രിയിൽ, സ്തോത്രം, പിറ്റേന്ന് തന്നെ കൊന്നുകളയേണ്ട ദിവസത്തിന്റെ തലേ രാത്രിയിൽ ചേവകരുടെ നടുവിൽ ബന്ധിക്കപ്പെട്ടവനായി കിടന്നുറങ്ങിയ പത്രോസിന്റെ അടുക്കൽ ഒരു ദൂതൻ കയറി ചെന്നിട്ട് പത്രോസിനെ കാരാഗ്രഹത്തിൽ നിന്ന് തട്ടി ഉണർത്തി അരമുറിക്ക് ചെരുപ്പിടിപ്പിച്ച് തന്നെ കാരാഗ്രഹവാതിലുകൾക്കപ്പുറം കൊണ്ടുപോയി, തന്നെ ഇരുമ്പുവാതിലിനപ്പുറം കൊണ്ടുപോയി പട്ടണവാതിലിൻ്റെ നടുക്ക് കൊണ്ടുപോയി നിർത്തി. അവിടെ നിന്ന് താൻ മർക്കോസിൻ്റെ വീട്ടിൽ പോയി. അവിടെ പോയി സഭയുടെ അടുക്കലൊക്കെ പാട്ടുപാടി സ്തോത്രം പറഞ്ഞ് സാക്ഷി പറഞ്ഞു. അത് കഴിഞ്ഞ ഉടനെ ദൈവത്തിൻ്റെ ആത്മാവ് തന്നോട് പറഞ്ഞു, എടാ ഞാൻ നിന്നെ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നതേ ഇവിടെ സഭയെ വന്ന് സാക്ഷ്യം പറഞ്ഞ് പാട്ടും പാടി ഇരിക്കാനല്ല, പകരം നിന്നെക്കുറിച്ച് എനിക്കൊരു ഉദ്ദേശമുണ്ട്. എന്താണ് ഉദ്ദേശമെന്നറിയാമോ? ഇനി നീ യഹൂദയെ കാലുകുത്തി പോകരുത്. പത്രോസിൻ്റെ അടുക്ക ദൈവം ഇതിനു മുമ്പേ പറഞ്ഞതാ. ഒരു ദിവസം വിശപ്പുള്ള സമയത്ത് എല്ലാവരും പാചകം ചെയ്യാൻ കയറുന്ന ആ സമയത്ത് വെൺമാടത്തിൽ കയറി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നൊരു വിവശതയുണ്ടായി. സ്വർഗത്തിൽ നിന്നൊരു തുപ്പട്ടി ഇറങ്ങി. അതിനകത്തു നിന്ന് അതിനന്തരമായി ദൈവ സ്തോത്ര താൻ ഇത്താലിക്ക് കടന്നു പോകുവാനോ താൻ യഹൂദന്റെ അതിരുകളെ വിട്ടിട്ട് സുവിശേഷത്തിന്റെ അടുത്ത വയലുകളിലേക്ക് ഇറങ്ങുവാൻ പറഞ്ഞതാണ്. പക്ഷെ പത്രോസിന് താല്പര്യമില്ല. അങ്ങനെ ഇരിക്കുകയാണ് സ്തോത്ര ദൈവം കാരാഗ്രഹത്തിൽ കയറ്റി കാരാഗ്രഹത്തിൽ വെച്ചൊരു എൻകൗണ്ടർ കൊടുത്തിട്ട് പത്രോസിനെ പുറത്തിറക്കുകയാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, നിന്റെ പുറപ്പാടിന് വേണ്ടി ദൈവം ആദ്യം ഇങ്ങനെ സുവിശേഷ പ്രസംഗമൊക്കെ നടത്തി, ക്രൂസൈഡൊക്കെ നടത്തി, യൂട്യൂബിൽ ഇങ്ങനെ ഇയർഫോണിൽ കൂടൊക്കെ വളരെ മൈക്ക് സിസ്റ്റത്തിൽ കൂടെ യമഹയുടെ സ്പീക്കറിൽ ഹാങ്ങിങ് സിസ്റ്റത്തിൽ ക്ലസ്റ്ററിലൊക്കെ മ്യൂസിക്കിൻ്റെ അകമ്പടിയോടുകൂടെ കർത്താവ് പറയും പുറപ്പെടാൻ പറയും, ദർശനം തരും. ഇതൊന്നും കണ്ട് നീ പുറപ്പെട്ടില്ലെങ്കിൽ കാരാഗ്രഹത്തിൻ്റെ ഒരു വഴിയിൽ കൂടെ ദൈവം നിന്നെ പുറപ്പെടുവിക്കാം.
ഇന്ന് രാത്രി പുറപ്പാട് ദൈവത്തിന്റെ നിയോഗമാണെങ്കിൽ ആ പാതയിൽ കൂടെ ദൈവം കൊണ്ടുപോകുക. അങ്ങനെ ദൈവം പത്രോസിനെ കാരാഗൃഹത്തിൽ നിന്ന് പുറത്തിറക്കി 12-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 19-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഹെരോദാവ് അവനെ അന്വേഷിച്ചിട്ട് കാണായികയാൽ കാവൽക്കാരെ വിസ്തരിച്ചോ, അവരെ കൊല്ലുവാൻ കൽപ്പിച്ചോ. അടുത്ത ഭാഗം, പിന്നെ അവൻ യഹൂദ്യ വിട്ടു കൈസരിയയിലേക്ക് പോയി. എന്തിനാ പത്രോസിനെ കർത്താവ് കാരാഗ്രഹത്തിൽ നിന്ന് പുറപ്പെടുവിച്ചത്? യഹൂദ്യയിലെ പള്ളി പോയിരുന്ന് പാട്ടുപാടാനാണോ? അല്ല, കൈസരിയയിലേക്ക് പോകാൻ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങൾ, യൗവനക്കാരോടൊക്കെ ഞാൻ പറയട്ടെ, കർത്താവ് നിങ്ങൾക്ക് നന്മ തരുന്നത് നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ, നിങ്ങളുടെ ബാല്യത്തിൽ, നിങ്ങളുടെ കൗമാരത്തിൽ, യൗവനത്തിൽ ദൈവം നിങ്ങൾക്ക് ഓരോ ബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ നൽകുന്നത്, ഓരോ പരീക്ഷകളിൽ പാസ്സാക്കുന്നത്, ഓരോ പ്രശ്നങ്ങളിൽ നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്നത് നിങ്ങൾ യഹൂദ്യയിലിരുന്ന് പാട്ടുപാടി ഒതുങ്ങാനല്ല, ഒരു കൈസരിയയിലേക്ക് പോകാനാ, ഒരു സുവിശേഷത്തിൻ്റെ വയലിലേക്ക് ഇറങ്ങാനാ. ദൈവത്തെ അറിഞ്ഞിട്ടില്ലാത്ത ഒരു കൂട്ടർ കൈസരിയയിലുണ്ട്. റോമന്റെ ആധിപത്യത്തിൽ കിടക്കുന്നവർ, പിശാചിൻ്റെ അധികാരത്തിൽ കിടക്കുന്നവർ, ജാതികളെന്ന് യഹൂദന്മാർ തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരിക്കലും ന്യായപ്രമാണം കൊണ്ട് അകത്തു വരുത്തത്തില്ലെന്ന് പറഞ്ഞിരിക്കുന്നവർ, അവരെ കൃപ കൊണ്ട് പിടിച്ചെടുക്കുവാൻ തക്കവണ്ണം സുവിശേഷത്തിൻ്റെ വയലിലേക്ക് ഇറങ്ങുവാനാണ് ദൈവം നിന്നെ കാരാഗ്രഹത്തിൽ നിന്ന് പുറപ്പെടുവിച്ചത്. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവമക്കളുടെ അടുക്കലും ഞാൻ ചോദിക്കട്ടെ, കാരാഗ്രഹത്തിൽ നിന്ന് പുറപ്പെട്ട ഒരു ചരിത്രമുണ്ടോ? അങ്ങനെയെങ്കിൽ കൈസരിയയിലേക്ക് പോകാൻ ഒരു നിയോഗമുണ്ട്. ജീസസ്, ഒരു സുവിശേഷത്തിൻ്റെ നിയോഗം നിങ്ങളുടെ മേലുണ്ട്. ഞാൻ അവസാനിപ്പിക്കട്ടെ. യേശു ശിഷ്യന്മാരുടെ അടുക്ക പറഞ്ഞു, നിങ്ങൾ പോയി എനിക്ക് വേണ്ടി, അല്ല നമുക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കണം. ഇത് യേശു പറഞ്ഞു. എന്നാൽ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശു തിരിച്ചാ പറഞ്ഞത്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. 3-ാം വാക്യം വായിച്ചോട്ടെ. ഞാൻ പോകും, നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ പോകും. ആദ്യം പറഞ്ഞ എന്താ? നിങ്ങൾ പോകണോ? ഇപ്പൊ പറയാ ഞാൻ പോകാം. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ, നിങ്ങൾക്ക് സ്ഥലം ഒരുക്കും. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കും. യേശു പറഞ്ഞു, ഞാൻ പോകും, നിങ്ങൾക്ക് സ്ഥലമൊരുക്കും. ഇത് എപ്പോഴാണ് നിവർത്തിയായത്? അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ ഒലിവുമലയിലേക്ക് യേശുവും ശിഷ്യന്മാരും കയറി ചെന്നു. വാഗ്ദത്തങ്ങളെ പറഞ്ഞനന്തരമായി ശിഷ്യന്മാർ നോക്കി നിൽക്കെ ഒരു മേഘം അവനെ മൂടിയിട്ട് അവരുടെ കാഴ്ചയ്ക്ക് അവൻ മറഞ്ഞു. അവൻ ആകാശത്തിലേക്ക് പറന്നുയർന്നു. ശിഷ്യന്മാർ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുമ്പോൾ ദൂതന്മാർ ഇറങ്ങി വന്ന് ചോദിച്ചു, ഗലീല പുരുഷന്മാരെ, നിങ്ങളിങ്ങനെ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത്, നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശു കർത്താവ് മടങ്ങി വരും. മടങ്ങി വരുമ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങളും അവനെ എതിരേൽപ്പാൻ തക്കവണ്ണം ആകാശങ്ങളിലേക്ക് ഉയർത്തപ്പെടും. നിങ്ങൾ ഈ ഭൂമി വിട്ടു പോകും. എല്ലാ കാലവും നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുമെന്ന് കരുതരുത്. ഈ ലോകത്തിൽ നിങ്ങളുടെ ജീവകാലം തീരും. ഈ ലോകത്തിൽ നിങ്ങൾക്ക് ഓട്ടമുണ്ട്. പക്ഷേ ഈ ഓട്ടം തീർന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ ദിവസത്തിൽ നിങ്ങൾ കൂടാരമായ ഈ ഭൗമഭവനത്തെ വിട്ടുകളഞ്ഞിട്ട് കൈപ്പണിയല്ലാത്ത ദൈവത്തിൻ്റെ ദാനമായ കെട്ടിടത്തിങ്കിലേക്ക് നിങ്ങൾ പോകും. അവിടെ നിങ്ങൾ പോകുമ്പോഴേ എന്തറിയത്തുള്ളൂ, ആമേൻ, നിങ്ങൾ ആരായിരുന്നുവെന്ന്, നിങ്ങളുടെ ദൈവം നിങ്ങൾക്ക് എന്തായിരുന്നു കരുതിയിരുന്നതെന്ന് നിങ്ങളറിയും. വിശുദ്ധ പൗലോസ് തിമോഥെയോസിന്റെ ലേഖനം എഴുതുമ്പോൾ 2-ാം അധ്യായം 2-ാം ലേഖനം 4-ാം അധ്യായത്തിൽ പറഞ്ഞു, ഇപ്പോൾ തന്നെ ഞാൻ പാനീയാഗമായി ഒഴിക്കപ്പെട്ടിരിക്കുന്നു. യാഗത്തിൻ്റെ അവസാന ഭാഗമാണ് പാനീയാഗം. ഒരു പ്രത്യേക യാഗമല്ല, ഒരു യാഗത്തിൻ്റെ സമാപന പാർട്ടാണ് പാനീയാഗം. ഇപ്പോൾ തന്നെ ഞാൻ പാനീയാഗമായി ഒഴിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ശുശ്രൂഷ അവസാനിക്കുകയാണ്. എന്നിട്ട് അടുത്തതായിട്ട് പറയുകയാണ്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി ഞാൻ പോവാ. എങ്ങോട്ട് പോവുക? ഞാൻ എൻ്റെ നിത്യതയിലേക്ക് പോവുക, എൻ്റെ വിശ്രാമത്തിലേക്ക് പോവുക. അവിടെ ചെന്ന് നിനക്കാരുണ്ട്? നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് സൂര്യനെ കവിയുന്ന വെളിച്ചത്താൽ എന്നെ ചുറ്റിമിന്നി എന്നെ പേർ ചൊല്ലി വിളിച്ച്
ഈ മാർഗത്തിലേക്ക് കൊണ്ടുവന്ന് ശുശ്രൂഷയും നിയോഗവും ഇത്രത്തോളം എന്നെ കൊണ്ടുവന്ന കർത്താവ് അവിടെയുണ്ട്. ആ കർത്താവിൻ്റെ അടുക്കലേക്ക് ഞാൻ പോവുകയാണ്. അവിടോട്ട് ഞാൻ ചെല്ലുമ്പോൾ 1000 ദൂതന്മാരോടുകൂടെ ചേർന്ന് യേശുമിശിഹ ആ സ്വർഗവിഹായസിൽ നിൽക്കുകയാ. ഞാൻ അവിടേക്ക് ചെല്ലും. അവിടേക്ക് ചെല്ലുമ്പോൾ അവൻ എൻ്റെ മേൽ കിരീടങ്ങളെ എൻ്റെ മേൽ വയ്ക്കുക. ഞാൻ പോവുക. ഈ ഭൗമഗേഹം വിട്ട് ഞാൻ പോവുക. ഞാൻ പോവുക. ഈ കൂടാരം വിട്ടിട്ട് ഞാൻ പോവുക. ഈ ലോകത്തിലെ താൽക്കാലികമായിട്ടുള്ളതെല്ലാം വിട്ടിട്ട് ഞാൻ പോവുക. എന്നോട് കർത്താവ് പറഞ്ഞത് ഈ ലോകത്തിലെ കാറും വീടും ഒന്നുമല്ല, ഈ ലോകത്തിലെ സമ്പത്ത് സുഖമൊന്നുമല്ല, അതൊന്നും കണ്ടിട്ടല്ലെന്നേ ഞാൻ കർത്താവിനെ അനുഗമിച്ചത്. പകരം കർത്താവ് എന്നോട് പറഞ്ഞത് ദൈവശില്പിയായി നിർമ്മിച്ചത് അടിസ്ഥാനങ്ങളുള്ളതുമായ ഒരു നഗര, ഇളകുന്ന ഒരു രാജ്യത്വത്തെ കുറിച്ചല്ല, ഇളകാത്ത ഒരു രാജ്യത്വത്തെ കുറിച്ചാ. അമ്മേ, ഞാൻ അവിടേക്ക് പോവുക. ഞാൻ പോവുക. അമ്മേ, അവിടോട്ട് നീ പോകാൻ ഇത്ര വെമ്പൽപ്പെടുന്ന എന്താ? അവിടെ ചെന്നാലേ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കിയതൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. എൻ്റെ യേശുപ്പ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ, ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കുമെന്ന്. എനിക്ക് എൻ്റെ യേശുപ്പയുടെ കൂടി ഇരിക്കണ്ടായോ? അതിന് ഞാൻ ഇവിടെ ഇരുന്നാൽ പറ്റത്തില്ല. ഇവിടെ ഞാൻ ജീവിക്കുമ്പോഴൊക്കെ ശരീരം വിട്ട് കർത്താവിനോടകുന്ന പരദേശിയാണെന്ന് എനിക്കറിയാം. പക്ഷെ അവിടെ ചെന്നാൽ എൻ്റെ പൗരത്വ സ്വർഗത്തിലാ. ഞാൻ അവിടെ ചെന്ന പിന്നെ അവിടുത്തെ സിറ്റിസൺ ആണെന്നേ. ഞാൻ അവിടെ ചെന്ന പിന്നെ അവിടുത്തെ സ്വന്തം ആളാണെന്നേ. അമ്മേ, ഇവിടെ ഞാനൊരു പരദേശിയെ, സ്വന്തമായിട്ട് എനിക്ക് ഒന്നുമില്ല. പക്ഷെ അവിടെ ചെന്നാൽ അവിടെ ഒരു കൊട്ടാരം തുറന്നിട്ട് എൻ്റെ യേശുപ്പ എന്നോട് പറയും, മോനെ, ഞാൻ നിനക്ക് വേണ്ടി പണിതതാണ് ഇത്, നീ ഇവിടെ കയറി താമസിച്ചോളാം പറയാ. പൗലോസും പത്രോസും യോഹന്നാനും അബ്രഹാം പിതാവും വിശുദ്ധന്മാരും മുഴുവനും നിരന്ന് നിൽക്കുന്ന ആ സ്വർഗവിഹായസിൽ ഞാനും അവരുടെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു എളിയവനായി അവരോട് കൂടെ ചേർന്ന് നിന്ന് എൻ്റെ യേശുപ്പ എൻ്റെ സ്വന്തമാണെന്ന് പറയുക. ആ ദിവസത്തിലേക്കാണ് എൻ്റെ പ്രതീക്ഷ. ആ വാഗ്ദത്തം നിറവേറണമെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് നടന്നാൽ പറ്റത്തില്ല. അതിന് ഞാൻ പറന്നു പോയാലേ പറ്റൂ. അമ്മേ, ഇന്ന് രാത്രി എത്ര പേർ അത് ഏറ്റുപറയുന്നു? ലോകേ, എനിക്കൊരു ഓട്ടമുണ്ട്, പക്ഷേ ഞാൻ ഓടി എൻ്റെ ജീവിതം തീരത്തില്ല. ഒരു ഫ്ലൈറ്റ് റൺവേയിൽ കൂടെ മുരണ്ട് നീങ്ങും. അതിനുശേഷം അതിൻ്റെ വീലുകൾ ഒരു കാറിൻ്റെ വേഗതയിൽ പായോ. അതിനുശേഷം ഒരു തീവണ്ടിയേക്കാൾ വേഗത്തിൽ അത് ഉരുണ്ടുകൊണ്ടിരിക്കും. അതിൻ്റെ മുമ്പാകെ പൊടിപടലങ്ങൾ പറക്കും. പക്ഷേ ചുറെ സമയം കഴിയുമ്പോൾ ആ വിമാനത്തിന്റെ വേഗത ഭൂമിയുടെ പരപ്പിൽ നിന്ന് ആകാശത്തിലേക്ക് പറന്നു പോകുന്നത് കാണും. അതുപോലെ ഞാനും ആ പ്രതീക്ഷയുള്ളവർ ഒന്ന് എഴുന്നേറ്റ് നിന്നേ.